ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻകം ടാക്സിലെ തന്നെ ATGയിലെ മറ്റൊരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, നോക്കാം. മിസ്റ്റർ പ്രകാശ് ഹാസ് GPA ഓഫ് 9,60,000 ഇൻക്ലൂഡിംഗ് 20,000 LTCG. He is eligible for a deduction of 25,000 for medical insurance premium paid under section 80D. He made the following donations. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രോസ് ടോട്ടൽ ഇങ്ങനെ തന്നിട്ടുണ്ട്. നമുക്കറിയാം ATGയുടെ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, സെപ്പറേറ്റ് ആയിട്ട് ഗ്രോസ് ടോട്ടൽ ഇങ്ങനെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്താണ് LTCG 20,000 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ 80D വഴി എന്താണ് ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് എന്ത് ചെയ്യണം, ഈ തന്ന 9,60,60,000 എന്ത് ചെയ്യും, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറച്ചിട്ട് കിട്ടുന്നതാണ് ATGയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി നോക്കാം, ജില്ലാ സാക്ഷരതാ സമിതി. ജില്ലാ സാക്ഷരതാ സമിതി നമുക്കറിയാം ഏതിൽ വരുന്നതാണ്, വിത്തൗട്ടിൽ 100 വരുന്നതാണ്. ദെൻ നാഷണൽ ഫണ്ട് ഫോർ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസും വിത്തൗട്ടിൽ 100 വരുന്നതാണ്. അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പ്രൊമോട്ടിംഗ് ഫാമിലി പ്ലാനിങ് വിത്തിൽ ഇത് 100 വരുന്നതാണ്. ഫാമിലി പ്ലാനിങ് അത് ഓർത്തിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ക്വസ്റ്റ്യനും സാധാരണ കാണുന്നതാണ് ഫാമിലി പ്ലാനിങ്. ദെൻ അപ്രൂവ്ഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വിത്തിൽ 50 വരുന്നതാണ്. വിത്തിൽ 50 വരുന്നത്. ദെൻ 5 ബിൽഡിങ്സ് ടു ദ നെയ്ബേഴ്സ്. ബിൽഡിങ്സ് ആണ് എന്താണ്, ഡൊണേഷൻ ഇൻ കൈൻഡ് ആണ്, അപ്പം നമ്മൾ എടുക്കില്ല. ഫുഡ് വർത്ത് ₹5,000 ഡൊണേഷൻ ഇൻ കൈൻഡ് ആണ്. ടു എ വെരി ഫേമസ് സ്പോർട്സ് ക്ലബ്ബ്, ടു എ പൊളിറ്റിക്കൽ ലീഡർ. നമുക്ക് ഈ ഫേമസ് സ്പോർട്സ് ക്ലബ്ബ് എന്താണ് അപ്രൂവ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ഇത് അപ്രൂവ്ഡ് ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. പൊളിറ്റിക്കൽ ലീഡറും അങ്ങനെ തന്നെയാണ്, എന്താണ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നമുക്ക് എടുക്കാം. അതായത് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ടുള്ള ഡൊണേഷൻ ആണ് നമുക്ക് ATGയിൽ ഡിഡക്ഷൻ ഉള്ളത്. അപ്രൂവ്ഡ് എന്നൊന്നും പറയാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. ഡൊണേഷൻ ഇൻ കൈൻഡ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്ന ഒരു ഐറ്റം അല്ല. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാൻ പറയുന്നത് ടോട്ടൽ ഇൻകം ആണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ATGയിൽ എത്രത്തോളം ഡിഡക്ഷൻ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിഡക്ഷൻ under section 80G. രണ്ട് എമൗണ്ട് കോളം കാണിക്കുക. അത് തന്നെ നമുക്കറിയാം ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് എഴുതേണ്ടത്. ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണ്, 9,60,60,000 ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അതിൽ നിന്ന് കുറക്കാനുള്ള രണ്ട് ഐറ്റം തന്നിട്ടുള്ളൂ. ഒന്ന് ഇവിടെ STCG 111A ഇല്ല, അപ്പോൾ LTCG ഉണ്ട്. LTCG എത്രയാണ്, 20,000 ആണ്. പിന്നെ 80C മുതൽ 80U വരെ ഉള്ളത് 80D തന്നിട്ടുണ്ട്. നമുക്ക് അറിയാം 80G നമുക്ക് ഇവിടെ കുറക്കാൻ പറ്റില്ല, പിന്നെ ഉള്ളത് 80D ആണ്. 80D മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഇത് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് മാക്സിമം എന്താണ് 25,000 വരെ നമുക്ക് കുറക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, 25,000 വരെ കുറക്കാം. 25,000 ആണ് എമൗണ്ട്, 25,000 കുറക്കാം. അപ്പം മൊത്തം എത്രയാണ്, 45,000 ആണ് കുറക്കേണ്ടത്. അപ്പം നമുക്ക് 9,15,000 കിട്ടും. 9,60,60,000 45,000 കുറച്ച് 9,15,000 ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഫോർ ATG കിട്ടാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ 10% കാണണം അല്ലേ. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10%, 10% ഓഫ് GTI. 10% ഓഫ് GTI 9,15,000 10%, 91,500 ആണ് വരിക. 91,500. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ടോട്ടൽ ഡൊണേഷൻ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് നോക്കണം അല്ലേ. ഡൊണേഷൻ നോക്കിയേ, 1 5,000, 15,000, ഇപ്പോൾ എത്രയാണ് 20,000 ആയി. ദെൻ 10,000 30,000 ആയി. ദെൻ ഇവിടെ 2,00,000 ഉണ്ട് അല്ലേ, അപ്പോൾ 2,30,000. അപ്പോൾ GTയുടെ 10%-നേക്കാൾ ഡൊണേഷൻ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് വിത്തൗട്ട് ലിമിറ്റ് ഡൊണേഷൻ. എല്ലാ വിത്തൗട്ട് ലിമിറ്റ് ഡൊണേഷനും എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. വിത്തൗട്ട് എന്ന് പറയുമ്പോൾ അതിൽ 100ഉം 50ഉം വരാം. വിത്തൗട്ട് നോക്കിയേ, ജില്ലാ സാക്ഷരതാ സമിതി ഏതാണ്, വിത്തൗട്ട് ആണല്ലേ, നമ്മൾ ആദ്യം പഠിച്ചതാണ്. ജില്ലാ സാക്ഷരതാ സമിതി എത്രയാണ് എമൗണ്ട്, 5,000. ദെൻ നാഷണൽ ഫണ്ട് ഫോർ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസ്, നാഷണൽ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസും ഇത് തന്നെയാണ്, വിത്തൗട്ട് തന്നെയാണ്. വിത്തൗട്ടിൽ 100 ആണ്, 15,000. ദെൻ
അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പ്രൊമോട്ടിംഗ് ഫാമിലി പ്ലാനിങ്. ഫാമിലി പ്ലാനിങ് ഏതിൽ വരുന്നതാണ്? വിത്ത് ലിമിറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണ്ട, ഇവിടെ ആഡ് ചെയ്യണ്ട. ദെൻ അപ്രൂവ്ഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വിത്ത് ലിമിറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണ്ട, ഇവിടെ ആഡ് ചെയ്യണ്ട. അപ്പോൾ എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? 20,000 ആണ് ആഡ് ചെയ്യേണ്ടത്. 5,000 15,000. അപ്പോൾ എത്ര വരും? 1,11,500 വരും. 1,11,500. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഈ കിട്ടിയത് എന്താണ്? നമ്മുടെ മാക്സിമം ക്വാളിഫയിങ് എമൗണ്ട് ആണ് 1,11,500 എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് മാക്സിമം 1,11,500 കിട്ടും. ഇനി നമ്മൾ എത്രയാണ് ഇതിൽ കിട്ടാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ATG പ്രകാരം നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻ എന്ന് നോക്കാം. ഇത് മാക്സിമം എത്രയേ കിട്ടും, ഇതിനപ്പുറം നമുക്ക് കിട്ടൂല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എത്രയാണ്, അല്ലെങ്കിൽ എത്രയാണ് ശരിക്കും നമുക്ക് ATG പ്രകാരം കിട്ടുന്ന ഡിഡക്ഷൻ, അതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? 100% ഡിഡക്ഷൻ അലോബിൾ, 100% ഉള്ളതിനൊക്കെ എന്ത് ചെയ്യാം? 100% കൊടുക്കുക. ഓക്കെ, ഒന്ന് ജില്ലാ സാക്ഷരതാ സമിതി 100% ഉള്ളതല്ലേ? ജില്ലാ സാക്ഷരതാ സമിതി 100% തന്നെ കിട്ടും. നാഷണൽ ഫണ്ട് ഫോർ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസ് 100% തന്നെ കിട്ടും. അതിൽ വിത്തൗട്ടിൽ 100ൽ വരുന്നതാണ്. നാഷണൽ ഫണ്ട് ഫോർ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസ് 15,000. ദെൻ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പ്രൊമോട്ടിംഗ് ഫാമിലി പ്ലാനിങ്, ഫാമിലി പ്ലാനിങ് വിത്തിൽ 100 വരുന്നതാണ്. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാം? അലോ ചെയ്യാം. ഫാമിലി പ്ലാനിങ് വിത്തിൽ 100 തന്നെയാണ്. 100 ആണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ 100%, അതിൻ്റെ എമൗണ്ട് 10,000. ഓക്കെ, അപ്പോൾ 30,000. ഇനി അപ്രൂവ്ഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തിൽ 50 വരുന്നതാണ്. അപ്പം നമ്മൾ എടുക്കണം, ബാക്കിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത്രയാണ് ടോട്ടൽ വരുന്നത്. 30,000 ആണ് നമുക്ക് 100% ഡിഡക്ഷൻ ഉള്ളത്. 30% മൊത്തം 1,11,500 കിട്ടും. അതിൽ 30,000 എന്താണ്? ഫുൾ ഡിഡക്ഷൻ കിട്ടും. ഇനി നോക്കാം ബാലൻസിന് എങ്ങനെ കണ്ടുപിടിക്കും? 1,11,500 ആണ് നമ്മുടെ മാക്സിമം ക്വാളിഫയിങ് എമൗണ്ട്. അതിൽ എത്ര പോയി? 30,000 പോയി കഴിഞ്ഞാൽ ബാലൻസ് നമുക്ക് എത്രയാണ് ഉണ്ടാവുക? 81,500 ആണ് ഉണ്ടാവുക. ഓക്കെ, മാക്സിമം നമുക്ക് 1,11,500 കിട്ടും. അതിൽ ഇപ്പോൾ 100% ഡിഡക്ഷൻ ഉള്ളത് 30,000 ആണ്. ബാലൻസ് നമ്മൾ 50% ആണ്. അങ്ങനെയാണ് നമ്മൾ കാണുക. ബാലൻസ് 50%. ബാലൻസ് കണ്ടുപിടിക്കാൻ മാക്സിമം ക്വാളിഫയിങ് എമൗണ്ടിൽ നിന്ന് 100% ഡിഡക്ഷൻ ഉള്ള എമൗണ്ട് കുറക്കാം. അപ്പോൾ നമുക്ക് 81,500 കിട്ടും. ഇതിൻ്റെ 50%, ഇതിന് 50% ആണ് നമ്മൾ കാണുന്നത്. അത് 40,750 ആണ് നമുക്ക് കിട്ടുന്നത്. 40,750 ആണ് മാക്സിമം നമുക്ക് എന്താണ് 50% ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ മൊത്തം 70,750 ആണ് ATG പ്രകാരം നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത്. 70,750, അതായത് 100% ഡിഡക്ഷൻ കൊടുത്തു. അപ്പോൾ 30,000, മാക്സിമം 1,11,500 കിട്ടും. അതിൽ നിന്ന് 30,000 കുറക്കുക. അപ്പോൾ 81,500, 81,500 50%. അപ്പോൾ 40,750. അപ്പം ടോട്ടൽ 70,750 നമുക്ക് ഡിഡക്ഷനായിട്ട് ATG പ്രകാരം കിട്ടും. മാക്സിമം 1,11,500 വരെ കിട്ടും. നമുക്ക് ഇവിടുത്തെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 70,750 ആണ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണം? നമ്മളോട് പറയുന്നത് ടോട്ടൽ ഇൻകം ആണല്ലേ. ടോട്ടൽ ഇൻകം നോക്കാം. ടോട്ടൽ ഇൻകം നമുക്കറിയാം, ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണ്? 9,60,000 ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അതിൽ നിന്ന് നോർമലി നമ്മൾ കുറക്കുന്ന എന്താണ്? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U അല്ലെങ്കിൽ ചാപ്റ്റർ 6A പ്രകാരമുള്ളത് കുറക്കും. ഇവിടെ എന്തൊക്കെയുണ്ട്? 80C ഒന്നുമില്ല, 80CCC ഒന്നുമില്ല, 80D ഉണ്ട്. 80D എത്രയാണ്? 25,000. ദെൻ 80G എന്ന് പറഞ്ഞാൽ എത്രയാണ്? 70,750. ഇത് രണ്ടും കുറച്ച് കിട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. വേറെ LTCG ഒന്നും ഇവിടെ കുറക്കണ്ട, കാരണം ഇത് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്നതാണ്. ടോട്ടൽ ഇൻകം എന്ന് വെച്ചാൽ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ LTCG ഇൻക്ലൂഡഡ് ആണ്. ഇത് ഇൻക്ലൂഡ് ആവേണ്ട ഹെഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് മാത്രമേ കുറക്കുന്നുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 80D ഉണ്ട്, പിന്നെ 80G ഉണ്ട്. അപ്പോൾ 70,750, 25,000, 9,60,000 കുറക്കാം. അപ്പം നമുക്ക് കിട്ടുന്നത് 8,64,250 ആണ് നമ്മുടെ ടോട്ടൽ ഇൻകം കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ATGയുടെ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ GTയുടെ 10%-നേക്കാൾ ഡൊണേഷൻ കൂടുന്ന കേസിലാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുക. അതിനേക്കാൾ കുറവാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 100 ഉള്ളതിന് 100 കൊടുക്കുക, 50 വരുന്നതിന്
എന്ത് ചെയ്യുക 50% കൊടുത്താൽ, അതായത് ഉള്ള എമൗണ്ടിൻ്റെ 50% കണ്ടാൽ മതി. 100% ആണെങ്കിൽ ഉള്ള എമൗണ്ട് അതേപോലെ, ഇപ്പോൾ 30,000 ആണെങ്കിൽ 30,000 തന്നെ കുറക്കുക. ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുക നമ്മൾ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.